വാഴാനി ഡാമിലേക്ക് പോകുന്ന വഴിയാണ്. ഈ പ്രാവശ്യം യാത്ര വ്യത്യസ്തമാണ്. ഓൾട്ടോ കാറിലാണ് നമ്മൾ പോകുന്നത്. ഓൾട്ടോ കാറിൽ ബെൻസ് കാറിലാണ് നമ്മൾ പോകുന്നത്. ബെൻസ് എന്ന് സങ്കല്പിക്കാൻ പറ്റാത്ത ഒരു ഓൾട്ടോ കാർ. അതിന്റെ ഡ്രൈവറാണിത്. ഡ്രൈവർ അല്ല, ഓണർ കം ഡ്രൈവർ. ഓണർ കം ഡ്രൈവർ കം മാനേജർ. കേരള സ്റ്റേറ്റ് ഓഡിയോളജിസ്റ്റ് ഫോർ വൈഡെക്സ്. വൈഡെക്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. അപ്പം നമ്മൾ അവരുടെ ചെലവിൽ, അവരുടെ കമ്പനിയുടെ ചെലവിൽ നമ്മൾ പോവുകയാണ്. വാഴാനി ഡാമിലോട്ട് എത്തി തുടങ്ങി. വലിയ വലിയ കുഴികൾ കണ്ടു തുടങ്ങി. ഈ PJ വാഴാനി ഡാം എന്ന് പറയുന്നത് ഒരു വന്യജീവി സങ്കേതമാണ്. PG ഒരറ്റം, വാഴാനി ഒരറ്റം. അപ്പൊ PG-യിലൊരു ഡാമുണ്ട്, വാഴാനിയിലൊരു ഡാമുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഡോക്യുമെന്ററി വെറും പുളുവാണെന്നുള്ളത്. കാരണം ഇങ്ങനത്തെ പല ആൾക്കാരും പല രീതിയിലാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. എഡിറ്റ് ഇതെല്ലാം സെൻസർ ചെയ്യപ്പെടുന്നതാണ്. ഇല്ല, എഡിറ്റ് ചെയ്യാൻ വണ്ടിക്ക് ഇടിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഇതൊരു പോഷ് ഏരിയ ആണ്. വണ്ടി ഓഫായി പോയിരുന്നു. എവിടെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ് പ്രശ്നമില്ല എന്ന് പറയുന്നത്. അത് ഡ്രൈവർ വളരെ മോശമാണ്, അതുകൊണ്ടാണ്. ഇവിടെ ആൾതാമസങ്ങളൊക്കെ ഉണ്ട്. വനമാണെങ്കിലും പുന്നംപറമ്പ്, അങ്ങനെ ഫ്രണ്ടിൽ കിടക്കുന്ന ബസിന്റെ ബോർഡുകൾ വായിച്ചാൽ പൊങ്ങണംകാട്, വില്ലം, മിൽമ അക്കാദമി, പുളിമൂല, രാമവർമ്മപുരം. പള്ളിമൂല എന്നാണ് പുലിമൂല എന്ന് വായിച്ചത്. അത് ഈ ബോർഡിൽ നിന്ന് വായിക്കുന്നതാണ്. ആരും ഞെട്ടരുത്. വാഴാനി ഫോറസ്റ്റ് ഡിവിഷനിലെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. രണ്ട് സൈഡിലും വനത്തിന്റെ മരങ്ങൾ നിൽപ്പുണ്ട്. ഇരുട്ടാണ്. ഇത് വനം റോഡാണ്. കേരള വനം വകുപ്പ് ഇവിടുന്ന് ആരംഭിക്കുകയാണ്. വാഴാനി ഡിവിഷൻ. ഡാം നമ്മൾ ഉടനെ കാണുന്നതായിരിക്കും. വാഴാനി ഡാമിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതാണ് എൻട്രൻസ്. അതിമനോഹരമായി ഇവിടെ കാട്ടിൻ്റെ അകത്തൂടെ വഴികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ പോവുകയാണ് ഉള്ളിലേക്ക്. വാഴാനി ഡാമിലേക്ക് കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. കതച്ചെൻ്റെ ഊപ്പാട് വനം കാണാം. വനത്തിൻ്റെ ഒരു ചെറിയ തുടക്കമാണിത്. കൂടെ ഒരാളുണ്ട്. പറയാൻ കൊള്ളില്ലേലും പറയണമല്ലോ, ബോസായി പോയില്ലേ. ഇത് നമുക്കിങ്ങനെ പണ്ടത്തെ എന്താ പറയുക, ടാർസനൊക്കെ ചാടുന്ന പോലത്തെ ഒരു വള്ളിയുണ്ട് ഇവിടെ. ബോസ്, അതൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുമോ? അത് പറ്റില്ല, കാരണം ഞാൻ ടാർസൻ ഇല്ലാത്തതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. സാറ് പറഞ്ഞത് ഈ വള്ളികളെ പറ്റിയാണ്. ഏത് മരമാണെന്നറിയില്ല, പക്ഷേ അതിമനോഹരമായി വള്ളികൾ താഴോട്ട് തൂങ്ങിയിടുകയാണ്. ഇപ്പോൾ ഒരു ചെറിയ പാലത്തേലാണ് നമ്മൾ. ഇങ്ങനെ കാടിൻ്റെ അകത്തുനിന്ന് ഒഴുകി വരുന്ന വെള്ളം ഇങ്ങനെ ഡാമിലേക്ക് ഒഴുകി പോവുകയാണ്. ചെറിയൊരു അരുവിയാണ്. അങ്ങോട്ട് നോക്കിയാൽ ഡാമിലേക്ക് പോകുന്നു. മഴക്കാലത്ത് ഇത്രയും ഹൈറ്റിലാണ് വെള്ളം ഉണ്ടാവുക. അപ്പോൾ അതിനൊരു പ്രത്യേക ഒരു സ്ലോപ്പിംഗ് അത് കൊടുത്തിട്ടുണ്ട്. ഈ സ്ലോപ്പിംഗ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ കാണുന്ന അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. എന്താണ് എടുത്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ഡാമിൻ്റെ മേളിൽ കൂടെ ഉള്ള റോഡിൽ നടക്കുകയാണ്. ആ സൈഡിൽ ഡാമാണ്, ഡാമിൻ്റെ വെള്ളമാണ്. അപ്പുറത്ത് അക്കരെ കാണുന്നത് നല്ല ഫോറസ്റ്റാണ്. നല്ല അസൽ കാട്ടുമരങ്ങൾ വളരുന്ന സ്ഥലമാണ്. ചെറിയൊരു ദ്വീപ് പോലെ കാണുന്നുണ്ട്. അത് സീവീഡ്സിൻ്റെ കളക്ഷൻ ആണെന്ന് തോന്നുന്നു. കൃത്യമായി പറയാനാവുന്നില്ല ഇവിടെ നിന്നും. ഇതാണ് കേരള തമിഴ്നാട് ബോർഡർ. സോ കാണുന്നുണ്ട്. ഞാൻ കാണട്ടെ ഏതൊക്കെ കാണിക്കുന്നത്. അവിടെ അറബിയിൽ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. പ്രത്യേകം നോട്ട് ചെയ്യണം. ഇതാണ് പമ്പ് ഹൗസ്. അതിൻ്റെ തൊട്ടു മുമ്പത്തെ തൂണിൻ്റെ സൈഡിൽ വന്നിരിക്കുന്നതാണ് സ്കെയിൽ. വെള്ളത്തിൻ്റെ ഹൈറ്റ് അറിയാനുള്ള സ്കെയിൽ. ഈ മെഷർമെൻറ്റ് നോക്കിയിട്ടാണ് ഈ ഡാമിൽ എത്ര വെള്ളമുണ്ടെന്ന് അവർ പറയുന്നത്. നമ്മുടെ അസിസ്റ്റൻറ്റ് ഡോക്യുമെൻറ്റേറിയൻ റിസ്ക് എടുത്ത് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നിയമ ലംഘനമാണല്ലോ നമ്മുടെ ഹോബി. പ്രവേശനമില്ല എന്ന് എഴുതിയിട്ടുണ്ട്. ഡോക്യുമെൻറ്റേറിയൻ, എന്താണ് പറയാനുള്ളത് ഈ പാലത്തെ പറ്റി? റിസ്ക് എടുത്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷം എന്തും സംഭവിക്കാൻ ഇങ്ങോട്ട് വാ. പ്രവേശനമില്ലാത്ത പാലത്തിൽ കൂടെ നമ്മൾ നീങ്ങുകയാണ്. ഇടുങ്ങിയ പാലമാണ്. അതിമനോഹരമായി ഈ പാലം എന്നെ ഹെസർഘട്ട ഓർമ്മിപ്പിക്കുന്നു. ഹെസർഘട്ട എന്ന് പറയുന്നത് ബാംഗ്ലൂരിലെ ഒരു സ്ഥലമാണ്. ഇത് പമ്പ് ഹൗസിലേക്കാണ് പോകുന്നത്.
നമ്മുടെ ഡോക്യുമെന്ററിന്റെ കാൽപാത്രങ്ങൾ, കാൽപെരുമാറ്റം. ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. പാലത്തിന് ബലമില്ല എന്നെങ്കിൽ നമ്മൾ സംശയിക്കുന്നു. ഡോക്യുമെന്ററി നോയൽ ജോ ടേക്കിംഗ് ദ ലീഡ് ഫ്രം ഹിയർ. വളരെ അതിമനോഹരമായ ശാന്തമായ സ്ഥലം. വൈകുന്നേരങ്ങളിൽ വന്നിരിക്കണം. പമ്പ് ഹൗസിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോയാൽ നമ്മുടെ ബാക്കി പോലും കിട്ടില്ല. കിണർ പോലെയാണ്, നല്ല എക്കോ. ഒരു 30 അടി താഴ്ചയെങ്കിലും കാണും. ഒരു പ്രത്യേക സ്മെല്ലും വരുന്നുണ്ട് ഇതിൽ. സ്മെൽ. നമ്മൾ നട ഇറങ്ങുകയാണ്. ഇതാണ് നടയിറക്കം എന്ന് പറയുന്നത്. Come on, let's go. ബോസ് പറയുന്ന പോലെ. നമ്മളിവിടെ വാഴാനി ഡാമിനടുത്തുള്ള ഒരു ചെറിയ ഗാർഡനിലാണ്. എനിക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ എനിക്ക് പ്രിയങ്കരമായ കോഴിയാണ് ഇവിടെ ഉള്ളത്. അതിമനോഹരമായി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ചെറിയ ഇരിക്കാനുള്ള സൗകര്യത്തിനുള്ള ഷെഡാണ്. അതിൻ്റെ റൂഫ് കണ്ടു കഴിഞ്ഞാൽ ചെടികളാണ് അതിമനോഹരമായി ഉണ്ടാക്കിയിരിക്കുക. നമ്മുടെ ബോസ് വിത്ത് ശിവൻ ഭക്തനാണെന്ന് കാണിക്കാൻ വേണ്ടി നിൽക്കുന്ന നിപ്പാണിത്. ആ വളിച്ച ചിരി കണ്ടാൽ അറിയില്ലേ. പാമ്പാട്ടി ചേട്ടൻ പാമ്പിനെ പാട്ട് കളിച്ച് ഇണക്കുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. പിള്ളേരെക്കാളും കഷ്ടമാണ് ഇദ്ദേഹം. നമ്മൾ സീസോയിലാണ്. അതാണ് ഈ മേളിലോട്ടും താഴോട്ടും ക്യാമറ പോകുന്നത്. വിമൽ എന്നെക്കാളും ഹെവി ആയതുകൊണ്ട് ഞാൻ മേളിലോട്ട് പോവുകയാണ്. പിന്നെ ഇടയ്ക്ക് തമാശയ്ക്ക് എനിക്ക് താഴോട്ട് വിടുന്നേ ഉള്ളൂ. ചെറുപ്പകാലത്തെ സ്മരണയുമായി നോയൽ ജോ. ജസ്റ്റ് മിസ്. തൊടുപുഴയിലെ അധ്യാപകന്റെ കൈ വെട്ടിയതുപോലെ ഈ കുട്ടിയുടെ കൈ വെട്ടിയിരിക്കുന്നു. രാഷ്ട്രീയക്കാർ ഇവിടെ വരുന്നുണ്ടെന്ന് ഉറപ്പ്.